പ്രിയപ്പെട്ടവരെ, മാതാവും ഉണ്ണിയും കൂടെ ഉള്ള ഒരു അൽത്താരയുടെ മുകളിൽ ഉള്ള ഒരു ഇമേജാണിത്. എല്ലാ ദിവസവും രാവിലെ ഈ മാതാവിനെ ഉണർത്തുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളെ കാണാൻ പോകുന്നത്. ദൈവത്തിൻ്റെ കൃപ പോളണ്ടിൽ ചെന്ന 3 സമയത്ത് ഈ മാതാവിനെ കാണാനായിട്ട് പോകാനിട വന്നു. ഈ മാതാവിൻ്റെ പേര് ബ്ലാക്ക് മഡോണ എന്നാണ് പറയുന്നത്. ചെസ്റ്റഹോവ എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു മാതാവിൻ്റെ പള്ളിയുള്ളത്. അതിഗംഭീരമായിട്ടുള്ളൊരു ബസലിക്ക പള്ളിയാണ്. അതൊരു കുന്നിൻ്റെ പുറത്താണ് ഇരിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത നടന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, സ്വീഡനുമായിട്ടുള്ള യുദ്ധം നടന്ന സമയത്ത് ദൈവം ചെയ്തൊരു കാര്യം, അവർ ഈ പള്ളി മനോഹരമായിട്ടുള്ള പള്ളിയാണ്, വളരെ ഹ്യൂജാണത്. ആൾത്താര തന്നെ ചെറുതായിട്ടാണ് കാണുന്നത്, പിന്നെ അങ്ങോട്ട് കുറേ കിടക്കുന്നുണ്ട്. ഇതിന് ചുറ്റുവട്ടം രാവിലെ കുർബാന തുടങ്ങുമ്പം തന്നെ ആൾക്കാർ വന്നിട്ട് മുട്ടുമ്മ നീന്താറുണ്ട്. ഈ ആൾക്കാരുടെ പുറകിൽ കൂടെ പോകും, എന്നിട്ട് തിരിച്ച് പള്ളിയുടെ മൊത്തമായിട്ട്. ഇത് ഈ പോളണ്ടിലാണ് കൂടുതലായിട്ട് ഞാൻ ഈ മുട്ടിൽ നീന്തുന്ന ഒരു കാര്യം കണ്ടിരിക്കുന്നത്. അപ്പം ഈ പള്ളി സ്വീഡനുമായിട്ടുള്ള ആ യുദ്ധത്തിൽ ഈ പള്ളി ആക്രമിക്കാൻ വന്നപ്പോൾ ദൈവം തമ്പുരാൻ ചെയ്തൊരു പരിപാടി എന്ന് പറഞ്ഞാൽ, കടുത്ത കോടമഞ്ഞ്, കത്തിയും കൊണ്ട് വെട്ടുമാറ്റാവുന്ന രീതിയിലുള്ള കോടമഞ്ഞ് വന്നു. അതുകൊണ്ട് സ്വീഡിഷുകാർക്ക് ലൊക്കേഷൻ മനസ്സിലാക്കാൻ പറ്റില്ല. പള്ളി എവിടെയാണ് ഇരിക്കുന്നതെന്ന് പോലും കണ്ടില്ല. നോക്കത്ത ദൂരത്തുള്ളത് കോടമഞ്ഞ് മാത്രമാണ്. അങ്ങനെ അന്നത്തെ കാലത്ത് വർഷം മുന്നുണ്ടായ കാര്യമാണ്. അപ്പോൾ ആ കാലത്തിൽ ഈ ടെക്നോളജി ഒന്നും ഇല്ലല്ലോ, ഇരുട്ടത്ത് കണ്ടുപിടിക്കാനും ഒക്കെ ഉള്ള. അതുകൊണ്ട് അവർ മടങ്ങിപ്പോയി. ഈ പള്ളിയിൽ പക്ഷേ വേറൊരു യുദ്ധ സമയത്ത് ഒരു മുസ്ലിം ആക്രമണം പോളണ്ടിൽ നടന്ന സമയത്ത് ഈ മാതാവിൻ്റെ പ്രതിമ, അതായത് ഇമേജാണ്, പ്രതിമയല്ല, ഇമേജിൽ വെട്ടി മുഖത്ത് 2 പ്രാവശ്യം കോടാലിയും കൊണ്ട് വെട്ടി. അതിൻ്റെ ആ പാട് ഇപ്പോഴും അവിടെ കിടക്കുന്നുണ്ട്. നമുക്കതൊന്ന് കാണാം. അത് എല്ലാ ദിവസവും രാവിലെ ഈ ബ്രിട്ടീഷിലെ രാജ്ഞിയെ ഉണർത്തുന്ന അവരുടെ ബാൻഡുകാർ ബൽമോറൽ കൊട്ടാരത്തിൽ താമസിക്കുമ്പം സമ്മർ സീസണിൽ അവിടെ പോയിട്ട് ഉണർത്തുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. താഴെ ഗാർഡനിൽ നിന്ന് ഇവർ ഈ ബാൻഡ് അടിക്കുമ്പോൾ 7 മണിക്ക് ബാൻഡ് ചെയ്യുമ്പോഴാണ് അവർ ബാൻഡ് മേളം നടത്തുമ്പോഴാണ് അവർ ഉണരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മാതാവിനെ ഉണർത്തുന്ന ഒരു സംഭവമാണ്. അത് കണ്ടോണം നിങ്ങൾ. ഇതിപ്പം ബുധനാഴ്ച ഇത്ര ബ്യൂട്ടിഫുള്ളല്ലേ, മുഴുവനും ഗോൾഡാണ്. അതെ, എൻ്റെ ഗ്രൂപ്പിലുള്ള ആൾക്കാരൊക്കെ ഇതിന് മുൻപും കണ്ടിട്ടുണ്ട്. കിരീടം മാതാവിനെ രാജ്ഞിയായിട്ട് വാഴ്ത്തുന്നതിൻ്റെയാണ് മേളിലുള്ള സ്ക്രീനിൻ്റേത്. ഇപ്പം മാതാവിനെ തെളിഞ്ഞ് കാണാം. താഴേന്ന് മുഖം കണ്ടോണേ. അതെ, ഉണ്ണിയുടെ മുഖം കണ്ടു. ഇനി മാതാവിനെ കാണാം. ബ്ലാക്ക് മഡോണ എന്നാണ് അറിയപ്പെടുന്നത്. സ്ഥലപ്പേര് ചെസ്റ്റഹോവ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ നോക്കാം, നെറ്റിൽ നോക്കി കണ്ടുപിടിക്കാം. ഇനി ഇപ്പം ഇത് കഴിഞ്ഞ ഉടനെ ആദ്യത്തെ കുർബാനയാണ്. ഇത് 12 മണി വരെ എല്ലാ മണിക്കൂറിലും കുർബാനയുണ്ട്, ഒന്നിന് പുറകെ ഒന്നായിട്ട്. ഉച്ചയ്ക്ക് 12 വരെ. പിന്നെ അടച്ചിടും. 3 മണിക്ക് ഇതുപോലെ തന്നെ അത് തുറക്കും.
ഇതാ കണ്ടോ, അതാ എത്ര ബ്യൂട്ടിഫുൾ. റോസ് ഫ്ലവർ ഗോൾഡിൻ്റെ ഇരിക്കുന്നത് കണ്ടോ, ഇത് അത്ര മദാനം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മദാനം. ബ്ലാക്ക് മെഡോണ എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. അതാ കുർബാനയ്ക്ക് അച്ഛന്മാർ വന്നു. ഇനിയിപ്പം ഞാനും കുർബാനയ്ക്ക് കയറാൻ പോവാണ്. പിതാവാണ് വന്നിരിക്കുന്നത്. ഇപ്പം 6 മണി കഴിഞ്ഞതേ ഉള്ളൂ. ഇവിടെ 6 മണിക്ക് ഈ ഉണർത്ത് കഴിയുമ്പം തന്നെ കുർബാനയ്ക്ക് കയറും. അപ്പം ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ. ഈ തണുപ്പത്തും ഇത്രയും ആൾക്കാർ കുർബാനയ്ക്ക് വന്നിട്ടുണ്ട്. കണ്ട, കുറേ അച്ഛന്മാരും ഉണ്ട്. ഓശാന കഴിഞ്ഞതിൻ്റെ ബുധനാഴ്ചയാണ്.